ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ വെള്ളിയാഴ്ച ബീച്ചിൽ പോയി എടുത്തുള്ള വീഡിയോ. ഞങ്ങളുടെ ക്യാമ്പിന് തൊട്ടടുത്ത് ബീച്ച് ഉള്ളതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പോകുന്ന സ്ഥലമാണ് ബീച്ച്. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2-2:30 ആയപ്പോഴത്തേക്കും കസാര എടുത്ത് നേരെ പോയത് ആദ്യം ഓഫീസിലേക്കാണ്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ സാർ ഞങ്ങൾക്കുള്ള കോഫി ഇവിടെ റെഡിയാക്കി വെക്കും. ഈ മെഷീനിലാണ് സാർ ഐസ് കോഫി ഉണ്ടാക്കുന്നത്. അവിടുത്തെ കോഫി എടുത്തിട്ട് നേരെ വിടുന്ന ബീച്ചിലേക്ക്. ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. ഏകദേശം ഒരു 5 മിനിറ്റ് കയറി പോയാൽ മതിയാവും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ 2 മണിക്കൊക്കെ ബീച്ചിൽ പോകുന്നത് ഇച്ചിരി കഠിനമാണ്. പിന്നെ ഞങ്ങളുടെ സാറിനും കൂടെ ഉള്ളവർക്കൊക്കെ വെയിൽ കൊള്ളണം, അതാണ് അവർക്ക് ഇഷ്ടം. പിന്നെ ഞങ്ങളുടെ വെള്ളിയാഴ്ചത്തെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ബീച്ച്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ വെള്ളിയാഴ്ചകളും പോകാൻ നോക്കും. അൽസൂറ എന്നാണ് ബീച്ചിൻ്റെ പേര്. ഇതാണ് ബീച്ചിലേക്ക് പോകുന്ന വഴി. വണ്ടികളൊക്കെ സുഖമായിട്ട് പോകാൻ വേണ്ടി അവിടെ പോകുന്ന വഴിയൊക്കെ കട്ടിയുള്ള മണ്ണ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് പക്ഷേ ഈ പോകുന്ന വഴി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പൊതുകൊണ്ട് തന്നെ ആയിരുന്നു. പിന്നീടാണ് അവർ ഇതിങ്ങനെ ആക്കിയത്. അങ്ങനെ ഫൈനലി ഞങ്ങളിത് ഞങ്ങളുടെ ബീച്ചെത്തി. ഈ ബീച്ചിൽ ഒരുപാട് പേര് വരാറുണ്ട്. സാധാരണ ഫാമിലിയാണ് പ്രത്യേകിച്ചും വരുന്നത്. പിന്നെ ആളുകൾ ഇവിടെ നൈറ്റ് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ 1-2 വട്ടമൊക്കെ ഇവിടെ നൈറ്റ് ക്യാമ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ഇരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ ചൂട് ഇത്തിരി കുറവാണ്, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചെയറും പാട്ടയൊക്കെയുള്ള ബോക്സും ഐസ് ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ക്ലൈമറ്റ് കൂടി നല്ലതാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിലും ഇരിക്കാം, മടുപ്പ് തോന്നത്തില്ല. ഇനി ഞങ്ങളിങ്ങനെ പാട്ടും കേട്ട് സംസാരിച്ച് മണിക്കൂറുകളോളം ഇവിടെ തന്നെ ഇരിക്കും. പിന്നെ ഇവിടെ ഫിഷിംഗ് ഒക്കെ അലൗഡാണ് കേട്ടോ. ചില ബീച്ചുകളൊന്നും ഫിഷിംഗ് തന്നെ അലോ ചെയ്യത്തില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരനോട് ഫിഷിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഴം പിന്നെ കുറച്ച് ദൂരം വരെ അത്യാവശ്യം കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പുള്ളിക്കാരൻ ലോങ് കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബീച്ചിൽ ഒരു സൗദി ഡെസേർട്ട് ബൈക്കിൽ കുറച്ച് അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടെ സ്വാഭാവികം, ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ക്രേസാണല്ലോ. പക്ഷേ കണ്ടോണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം നോക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അഭ്യാസ പ്രകടനം. ആ ബൈക്കിൻ്റെ പുറകെ ഇരിക്കുന്ന പുള്ളിക്കാരൻ ശരിക്കും പേടിച്ചിരിക്കുക. ഒരു 5 മണി കഴിഞ്ഞാൽ പിന്നെ ബീച്ച് ഭയങ്കര രസം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സമയമാണ് അവിടെ ഇഷ്ടം. ഒട്ടും തന്നെ വെയിലില്ല. പിന്നെ പോരാത്തതിന് നല്ല കാമാൻ കോയറ്റായിരിക്കും. പിന്നെ പോരാത്തതിന് സൺസെറ്റിനുള്ള സമയമായി. ആ സൂര്യൻ ഇങ്ങനെ കടലിൻ്റെ താഴേക്കിന് പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ ഭയങ്കര രസം കേട്ടോ. ഈ കാണുന്ന എല്ലാം ഫിഷിംഗ് ബോട്ടാണ്. ഞങ്ങളിരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ് ഈ ഫിഷിംഗ് ബോട്ടൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ പോലെയല്ല, തിരമാലകൾ ഒട്ടുമില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴമില്ല. അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാത്തവരാണെങ്കിലും കൂടിയും നമുക്കൊരു പരിധി വരെ നമുക്ക് ഇറങ്ങാം. ഞങ്ങൾ കുളിക്കാൻ വേണ്ടി ഒരു കുറച്ച് ദൂരം വരെ പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബീച്ചാണ് ഞങ്ങളുടെ വെള്ളിയാഴ്ചത്തെ ഏക എൻ്റർടൈൻമെൻ്റ് എന്ന്. അത് പറയാൻ കാരണമുണ്ട്. കാരണം ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അത്രയും അടിപൊളിയാണ്. ഇവിടെ വൈകുന്നേരം വന്നിരിക്കുകയാണെങ്കിൽ ഒരു സൈഡ് കടലും സൺസെറ്റും ആണെങ്കിൽ മറ്റേ സൈഡ് മലകളാണ്. നിങ്ങൾ എന്നെ ഇത് കണ്ടു നോക്കി, എന്ത് അടിപൊളിയാണിത്. ശരിക്കും വീഡിയോ കാണുന്ന പോലെയല്ല, ഇതിലും ഗംഭീര വ്യൂ ആണ് നേരിട്ട്. ഇങ്ങനത്തെ വ്യൂ ഒരു സാധാരണ ബീച്ചിൽ കിട്ടത്തില്ല. ഇവിടെ നമുക്ക് സൺസെറ്റും ആസ്വദിക്കാം, പുറകിലുള്ള മലകളുടെ വ്യൂവും കണ്ട് ആസ്വദിക്കാം. പിന്നെ ഏകദേശം സൺസെറ്റൊക്കെ കണ്ടു കിടന്ന് ഏകദേശം ഒരു 6-6:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും റൂമിലേക്ക് പോയി.